അടൂർ ഗോപാലകൃഷ്ണനും യേശുദാസിനുമെതിരെ തെറിയാഭിഷേകവുമായി നടൻ വിനായകൻ. ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലാണ് കടുത്ത അസഭ്യവർഷം. പോസ്റ്റ് സിനിമാ കോൺക്ലേവിലെ അടൂരിന്റെ പരാമർശത്തിൽ. പത്തനംതിട്ട പുല്ലാട് ഭാര്യയെ കൊലപ്പെടുത്തി ഒളിവിൽ പോയ പ്രതി പിടിയിൽ. ജയകുമാറിനെ പിടികൂടിയത് തിരുവല്ലയിൽ നിന്ന്. ഭാര്യ ശ്യാമയെ ജയകുമാർ കൊലപ്പെടുത്തിയത് ഞായറാഴ്ച. തൃശൂർ പാലിയേക്കരയിൽ ചുങ്കപ്പിരിവ് മരവിപ്പിച്ച് ഹൈക്കോടതി. 4 ആഴ്ച ചുങ്കം പിരിക്കരുത് എന്ന് ഇടക്കാല ഉത്തരവ്. നടപടി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് കണക്കിലെടുത്ത്. കുരുക്ക് പരിഹരിക്കുന്നതിൽ ദേശീയപാത അതോറിറ്റി പരാജയപ്പെട്ടുവെന്ന് കോടതി. പ്രശ്നപരിഹാരത്തിന് 1 ആഴ്ച കൂടി ആവശ്യപ്പെട്ട് അതോറിറ്റി. തൃശൂരിൽ സ്കൂൾ കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീണു. അടർന്നത് കോടാലി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ്. ദുരന്തം ഒഴിവായത് അപകടം പുലർച്ചെയായതിനാൽ. സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി BJP കോൺഗ്രസ് പ്രവർത്തകർ. ഉത്തരാഖണ്ഡ് ധരാലിയിലെ മിന്നൽ പ്രളയത്തിൽ മരണം 6 ആയി. 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ 28 അംഗ മലയാളി തീർത്ഥാടക സംഘം സുരക്ഷിതർ. മിന്നൽ പ്രളയത്തിന് കാരണം ഹിമാനിയോ ഹിമതടാകമോ തകർന്നതാണ് എന്ന് റിപ്പോർട്ട്. പ്രളയമുണ്ടായ സമയത്ത് ഉത്തരകാശിയിൽ ലഭിച്ചത് പരിമിതമായ മഴ മാത്രമെന്ന് വിദഗ്ധർ. കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം. SFI, KSU, MSF പ്രവർത്തകർ ചേരിതിരിഞ്ഞേറ്റുമുട്ടി. SFI പ്രവർത്തകർ ബാലറ്റുകൾ തട്ടിപ്പറിച്ചുവെന്ന് MSFും KSUവും. തടയാനെത്തിയ പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി. KPCC DCC പുനഃസംഘടനയിൽ ഡൽഹി കേരള ഹൗസിൽ തിരക്കിട്ട ചർച്ചകൾ. രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി കൊടിക്കുന്നിൽ സുരേഷ് MP. SC/ST വിഭാഗങ്ങൾക്ക് കൂടുതൽ പരിഗണന വേണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. 7 ജില്ലകളിൽ DCC പ്രസിഡന്റുമാരെ മാറ്റാൻ സാധ്യത. KPCC ഭാരവാഹികളുടെ എണ്ണം കൂടും. ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ കുഴിച്ചു മൂടുന്നത് കണ്ടുവെന്ന് പ്രദേശവാസികൾ. മൃതദേഹങ്ങൾ കണ്ടെത്താൻ SITയെ സഹായിക്കാമെന്നും നാട്ടുകാർ. കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങളുടെ പ്രാഥമിക ഫോറൻസിക് പരിശോധനാ ഫലം പുറത്ത്. മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് നിന്ന് ലഭിച്ചത് പൂർണ്ണ മനുഷ്യാസ്ഥികൂടവും തലയൊട്ടിയും. വനത്തിൽ പരിശോധന തുടരുന്നു.